ഹലോ മക്കളെ, വെൽക്കം ടു വേഗൽ ലേണിംഗ്. എല്ലാവർക്കും വേഗൽ ലേണിംഗിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വന്നിരിക്കുകയാണ്. സുവോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി 1 മാർക്ക് 2 മാർക്ക് എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ആൻഡ് 3 മാർക്ക് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് എന്തായാലും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഏത് മാർക്കാണെങ്കിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. Cancer is one of the most dreaded disease among human beings. Okay, first question. What is the peculiarity of cancerous cells? Define carcinogens. Name 2 types of tumor cells. എന്താണ് cancerous cells-ന്റെ peculiarity? Cancer എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ അല്ലേ? ക്യാൻസർ എന്ന് പറയുന്നത് എന്താ? അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ ആണ് ക്യാൻസർ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ക്യാൻസറസ് സെൽസ് എന്ത് ലോസ് ചെയ്തിട്ടുണ്ടാവും? കോൺടാക്ട് ഇൻഹിബിഷൻ. അവർക്ക് അത് ഉണ്ടാവില്ല. കോൺടാക്ട് ഇൻഹിബിഷൻ ശരിക്കും എന്തിനുള്ളതാണ്? അൺകൺട്രോൾഡ് സെൽ ഡിവിഷനെ ഇൻഹിബിറ്റ് ചെയ്യാനാണ് കോൺടാക്ട് ഇൻഹിബിഷൻ. പക്ഷേ ക്യാൻസറസ് സെൽസിന് കോൺടാക്ട് ഇൻഹിബിഷൻ ഉണ്ടാവില്ല. അപ്പൊ അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അത് സെൽസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു സെൽ ഡിവിഷന്റെ മേലൊരു കൺട്രോൾ ഉണ്ടാവില്ല. സോ അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ. But what is the peculiarity of cancerous cells? They have lost contact inhibition. Contact inhibition that inhibits uncontrolled cell division. As a result, cells ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ masses of cells ഉണ്ടാവും അല്ലേ? Forms masses of cells. And ഇതിനെ വിളിക്കുന്ന പേരാണ് tumors. That mass of cells are called as tumors. Okay? Define carcinogens. എന്താ carcinogens എന്ന് പറയുന്നത്? Agents causing cancer are called as carcinogens. അത് physical ആകാം, chemical ആകാം, and oncovirus ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? Biological agents ആവാം. Physical, chemical or biological agents. Name 2 types of tumor cells എന്നാണ് അടുത്ത ചോദ്യം. ജസ്റ്റ് നെയിം ചെയ്താൽ മാത്രം മതി. ഒന്ന് benign. ഓക്കെ, അടുത്തതാണ് മാലിഗ്നന്റ് അല്ലെ? മാലിഗ്നന്റ് ട്യൂമർ, ബിനൈൻ ട്യൂമർ ആൻഡ് മാലിഗ്നന്റ് ട്യൂമർ. ഓക്കെ, ഡിഫൈൻ HGP, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഓക്കെ, HGP എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ആണ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഓക്കെ, അതായത് നമുക്കറിയാം 13 വർഷം നീണ്ടു നിന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് ആണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. അതായത് ഈ ഒരു വേൾഡിലുള്ള പല പല ഫീൽഡിലുള്ള ഇഷ്ടംപോലെ സയന്റിസ്റ്റുകൾ അവരവരുടെ ലബോറട്ടറിയിൽ കഷ്ടപ്പെട്ട് കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തി അങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ, അപ്പൊ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മുടെ ഹ്യൂമൻ ജീനോം ഉണ്ടാവില്ലേ, നമ്മുടെ ഹോൾ ജനറ്റിക് മെറ്റീരിയൽ, അതാണ് ഹ്യൂമൻ ജീനോം. നമ്മുടെ ഹ്യൂമൻ ജീനോമിലുള്ള ഈച്ച് ആൻഡ് എവറി ന്യൂക്ലിയോടൈഡ് ബേസസിനെ, ഓക്കെ, ഈച്ച് ആൻഡ് എവറി ന്യൂക്ലിയോടൈഡ് ബേസ് പെയേഴ്സിനെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് വരെ സീക്വൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഹ്യൂമൻ ജീനോമിലുള്ള ഈച്ച് ആൻഡ് എവറി ന്യൂക്ലിയോടൈഡ് ബേസ് പെയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു? സീക്വൻസിങ്. ഓക്കെ, സീക്വൻസ് ചെയ്ത് വെച്ചു ത്രൂ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഓക്കെ, 4 സാലന്റ് ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 4 സാലന്റ് ഫീച്ചേഴ്സ് എഴുതിയാൽ മതി. നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഒരു 5-6 എണ്ണമാണ്. ഓക്കെ, ചിലപ്പം 5 ചോദിക്കാം, ചിലപ്പം 4 ചോദിക്കുള്ളൂ, ചിലപ്പോൾ 2 ചോദിക്കുള്ളൂ. എന്തായാലും ഒരു 5-6 എണ്ണം കോമൺ ആയിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പൊ ഹ്യൂമൻ ജീനോമിൽ മൊത്തം 3164.7 മില്യൺ ന്യൂക്ലിയോടൈഡ് ബേസസ് ആണുള്ളത്. ഓക്കെ, ആവറേജ് ജീനിൽ 3000 ബേസസ് ഉണ്ട്. ആൻഡ് സൈസസ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ലാർജസ്റ്റ് നോൺ ജീൻ ഡിസ്ട്രോഫിൻ ഓൺ എക്സ് ക്രോമസോം ഏകദേശം 2.4 മില്യൺ ബേസസ് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് 30,000 ആണ്. 99.9% ന്യൂക്ലിയോടൈഡ് ബേസസും എല്ലാ ആൾക്കാരുടെ ഇടയിലും ഐഡന്റിക്കൽ ആണ്. 0.1% ഡിഫറൻസ് ഉള്ളൂ. പിന്നെയോ 50% ജീൻസ് നമ്മൾ ഡിസ്കവർ ചെയ്തിട്ട് പോലും നമുക്ക് ഇതിന്റെ ഫംഗ്ഷൻസ് അറിയില്ല. ഓക്കെ, ക്രോമസോം 1-ലാണ് ഏറ്റവും കൂടുതൽ ജീൻസ് ഉള്ളത്, Y-ലാണ് ഏറ്റവും കുറവുള്ളത്. പിന്നെ 2% ജീനോം മാത്രമേ പ്രോട്ടീൻസ് കോഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ റിപ്പീറ്റഡ് സീക്വൻസസ് ധാരാളം നമുക്ക് നമ്മുടെ ജീനോമിൽ കാണാൻ പറ്റും. 1.4 മില്യൺ എന്തുണ്ടാവും? SNP, സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം കാണിക്കുന്ന ബേസസ് ഉണ്ട് അല്ലേ? അപ്പൊ ഇതിലൊരു 4, 5, 6 എണ്ണം നിർബന്ധമായും പഠിച്ചു വെച്ചോളാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Arrange evolutionary forms of man according to their period of existence. Easy അല്ലടാ. 15 million years ago Dryopithecus, 2 to 3 million years ago Homo habilis, yes, and 2 million years ago Australopithecus, 1.5 million years ago Homo erectus, 1 lakh to 40,000 years ago Neanderthal man, and yes, and 75,000 to 10,000 years ago Homo sapiens. Okay, human evolution എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? Observe the diagram and answer the following questions.
ഓക്കെ, ഫസ്റ്റത്തെ പ്രോസസ്സും സെക്കൻഡ് പ്രോസസ്സും നെയിം ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. എന്ന് പറയുന്നത് എന്താ? സ്പെർമാറ്റോഗോണിയിൽ നിന്ന് സ്പേം ഉണ്ടാവുന്നു, സ്പെർമാറ്റോജെനസിസ് ആണ്. ഊഗോണിയിൽ നിന്ന് ഓവം ഉണ്ടാവുന്നു, ഊജെനസിസ് ആണ്. ഓക്കെ, റൈറ്റ് എനി 4 ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പൊ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെയിൽ ഗാമീറ്റ് സ്പേംസ്. ഊജെനസിസ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓവം. സ്പെർമാറ്റോജെനസിസ് പ്യൂബർട്ടിയിൽ സ്റ്റാർട്ട് ചെയ്യും, ഊജെനസിസ് നമ്മൾ എംബ്രിയോ ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന്റെ മിയോസിസ് 1 കണ്ടിന്യൂസ് പ്രോസസ് ആണെങ്കിൽ പ്രൈമറി oocyteന്റെ മിയോസിസ് 1 എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് അല്ല. പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പേംസ് ആണ് ഉണ്ടാവുന്നത്. പക്ഷേ പ്രൈമറി oocyteൽ നിന്ന് ഒരു ഓവം, ബാക്കി 3 പോളാർ ബോഡീസ് ആണ് അല്ലെ. സ്പെർമാറ്റോജെനസിസിൽ ഇങ്ങനെ പോളാർ ബോഡി പോലുള്ള സ്റ്റെറൈൽ സെൽസ് ഉണ്ടാവുന്നില്ല, ഊജെനസിസിലാണ് അത് ഉണ്ടാവുന്നത്. പിന്നെ സ്പെർമാറ്റോജെനസിസ് നടക്കുന്നത് എവിടെയാ? ടെസ്റ്റിസിലാണെങ്കിൽ ഓക്കെ, ടെസ്റ്റിസിലായിരിക്കും. ആൻഡ് ഊജെനസിസ് നടക്കുന്നത് ഓവറിയിലായിരിക്കും. ഓക്കെ അല്ലേ? അത്രയേ ഉള്ളൂ, സിമ്പിൾ. എക്സ്പ്ലെയിൻ ദ ഫ്ലോയിങ് ആൻഡ് എക്സ്പ്ലെയിൻ എനി വൺ ഓഫ് ദം. അപ്പൊ 4 നമ്മൾ എന്ത് ചെയ്യണം? ആ ഫുൾ ഫോം എഴുതണം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. IUI, ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ. അതായത് മെയിൽ പാർട്ട്ണറിൽ നിന്ന് നമ്മൾ എന്താണ്? സ്പേം കളക്ട് ചെയ്യുന്നു. ആർട്ടിഫിഷ്യലി ഈ സ്പേമിനെ നമ്മൾ ഫീമെയിലിന്റെ യൂട്രസിന്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? അതായത് ആർട്ടിഫിഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഇൻസെമിനേറ്റ് ചെയ്യാണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ് ഈ പ്രോസസ്സിനെ വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, IUI ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞ കാരണം എന്താണ്? യൂട്രസിന്റെ ഉള്ളിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അടുത്തത് സിഫ്റ്റ്, സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഓക്കെ, സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഓക്കെ, അതായത് ഓവവും സ്പേമും നമ്മൾ എന്ത് ചെയ്യും? ലബോറട്ടറി കണ്ടീഷനിൽ ഫ്യൂസ് ചെയ്യിക്കും, സൈഗോട്ട് ഉണ്ടാവും, സൈഗോട്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് തുടങ്ങും. അങ്ങനെ ഏകദേശം 8 ബ്ലാസ്റ്റോമിയേഴ്സ് വരെയുള്ള ഏർലി എംബ്രിയോ ഇതിനെ നമ്മൾ എന്താ ചെയ്യുക? ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അടുത്തതാണ് ജിഫ്റ്റ്, ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഇപ്പൊ ഒരു ഫീമെയിലിന് ഓവം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു ഡോണറിൽ നിന്ന് ഓവം കളക്ട് ചെയ്ത് അത് ആ ഫീമെയിലിന്റെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കേട്ടോ. MTP എന്താ? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അതായത് ഇന്റൻഷണൽ ആയിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് നമ്മൾ അബോർട്ട് ചെയ്യുക. ദാറ്റ് ഇസ് MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. യെസ്, അടുത്തത് ഇൻ യൂക്കാരിയോട്സ് HNRNA, അതായത് ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA, precursor of mRNA, undergo processing like splicing, capping, tailing. Explain splicing, capping and tailing. അപ്പം ആദ്യം ഉണ്ടാവുന്നത് mRNA അല്ല, അതായത് DNA യിൽ നിന്ന് ആദ്യം ഉണ്ടാവുന്നത് എന്താണ്? HNRNA അല്ലെ, ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA. അതിനെ പിന്നെ നമ്മൾ എന്താണ്? mRNA ആക്കി മാറ്റണ്ടേ? യെസ്, അപ്പൊ നമ്മൾ ഈ HNRNA കുറെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടല്ലോ, പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസിൽ നമ്മളത് പഠിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അതിൽ വരുന്ന 3 സ്റ്റെപ്സ് ആണ് സ്പ്ലൈസിങ്, ക്യാപ്പിംഗ് ആൻഡ് ടെയിലിംഗ്. അപ്പൊ അത് 3 എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ HNRNA എന്ന് പറഞ്ഞാൽ എന്താടാ? HNRNA ഇങ്ങനെ പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്നതും ആയിട്ടുള്ള സീക്വൻസുകൾ ഉണ്ട്, അല്ലാത്ത സീക്വൻസും ഉണ്ട്. അപ്പൊ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എക്സോൺസ് എന്ന് വിളിക്കുക. ഓക്കെ, പ്രോട്ടീനെ കോഡ് ചെയ്യാത്ത ആൾക്കാർ എന്താണ്? ഇൻട്രോൺസ് ആണ്. അപ്പൊ നമുക്ക് ഇൻട്രോൺസിന് ആവശ്യമില്ല, എക്സോൺസ് മാത്രം മതി നമ്മുടെ mRNA അല്ലേ. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ക്യാപ്പിംഗ് ആണ്. ക്യാപ്പിംഗ് എന്താ? ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, 5' 3' ഡയറക്ഷനിൽ എന്തുണ്ട്? ഇങ്ങനെ mRNA ഉണ്ടാവും. ഓക്കെ, mRNA ഉണ്ടാവും. അപ്പൊ ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇതിലെ 5' എൻഡിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കും? മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് കൊടുക്കും. ഇതിനെയാണ് ക്യാപ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ടെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് മെന്റ് ബൈ ടെയിലിംഗ്? ടെയിലിംഗ് എന്ന് പറയുന്നത് 3' എൻഡിലേക്ക് നമ്മളൊരു 200 to 300 എഡിനൈലേറ്റ് റെസിഡ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, 200 to 300 എഡിനൈലേറ്റ് റെസിഡ്യൂസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും ടു 3' എൻഡ്. അതിനെ നമ്മൾ എന്താ? പോളി എ ടെയിലിംഗ് എന്ന് വിളിക്കുക. അങ്ങനെ എ അതല്ലേ. അപ്പോൾ ഇറ്റ് ഇസ് കോൾഡ് ആസ് പോളി എ ടെയിലിംഗ്. ഓക്കെ, യെസ്. ഇനി എന്താണ് സ്പ്ലൈസിംഗ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഇസ് മെന്റ് ബൈ സ്പ്ലൈസിംഗ്? നിങ്ങൾ നോക്കിക്കടാ. അതായത്
ഇങ്ങനെ എക്സോൺസ് ഉണ്ട് ആൻഡ് ഇൻട്രോൺസ് അല്ലേ. ഇൻട്രോൺസ് ആവശ്യമില്ല, നമുക്ക് ഇൻട്രോൺസ് വേണ്ട, എക്സോൺസ് മാത്രം മതി. എക്സോൺസ് ആണ് പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുക. അപ്പൊ ഇൻട്രോൺസിനെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, ഇൻട്രോൺസിനെ സ്പ്ലൈസിസോം യൂസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, എക്സോൺസിനെ നമ്മൾ ജോയിൻ ചെയ്യും അല്ലേ, ജോയിൻ ചെയ്യും. ദിസ് ഇസ് കോൾഡ് ആസ് സ്പ്ലൈസിങ്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സ്പ്ലൈസിങ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ക്യാപ്പിംഗ്, ടെയിലിംഗ് ആൻഡ് സ്പ്ലൈസിങ് മൂന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കാണാറുണ്ട്. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഐഡന്റിഫൈ ദ പ്രോസസ്. എന്ത് പ്രോസസ്സാണ്? DNA റെപ്ലിക്കേഷൻ അല്ലെ, ഈ കൊടുത്തിരിക്കുന്നത് DNA റെപ്ലിക്കേഷൻ ആണ്. ഓക്കെ, നെയിം ടു എൻസൈംസ് ആൻഡ് ദ റോൾ ഇൻ ദിസ് പ്രോസസ്. രണ്ട് എൻസൈംസും ആ എൻസൈംസിന്റെ ഫംഗ്ഷനുമാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് DNA ഡിപ്പെൻഡന്റ്, DNA പോളിമറൈസ്. DNA ഡിപ്പെൻഡന്റ്, DNA പോളിമറൈസ്. ഓക്കെ, പോളിമറൈസ് എന്തിനാ ഹെൽപ്പ് ചെയ്യുക? പോളിമറൈസേഷൻ അല്ല, അതായത് ന്യൂക്ലിയോടൈഡുകളുടെ പോളിമറൈസേഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ് DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ്. അതായത് പുതിയതായിട്ട് ഉണ്ടാകുന്ന സ്ട്രാൻഡ് ഉണ്ടല്ലോ, ആ സ്ട്രാൻഡിൽ ന്യൂക്ലിയോടൈഡ്സിനെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു പുതിയ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യുക, പോളിമറൈസ് ചെയ്യുക. ദാറ്റ് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് DNA പോളിമറൈസ്. ഓക്കെ, പോളിമറൈസേഷൻ ഓഫ് ഡിയോക്സിറൈബോ ന്യൂക്ലിയോടൈഡ്സ് ഓഫ് DNA. അതായത് പുതിയ സ്ട്രാൻഡിന്റെ ഓക്കെ, ഇൻ ഏത് ഡയറക്ഷൻ? 5-3' ഡയറക്ഷൻ. അടുത്ത എൻസൈം, ഏതെങ്കിലും രണ്ട് എൻസൈം നമ്മൾ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തതാണ് DNA ലിഗേസ്. DNA ലിഗേസ് എന്താ ചെയ്യുന്നത്? DNA ലിഗേസ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ഉണ്ടാവില്ല. ഈ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെ എന്ത് ചെയ്യുക, അവിടെ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജോയിൻ ചെയ്യും. ഓക്കെ, ഒരു ഗ്ലൂ പോലെയാണ് ആക്ട് ചെയ്യുക, ജോയിൻ ചെയ്യും. അതാണ് DNA ലിഗേസിന്റെ ഫംഗ്ഷൻ. കണ്ടില്ലേ, ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെ ഒക്കെ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അല്ലേ. അപ്പൊ DNA ലിഗേസ് എന്താണ്? ഹെൽപ്സ് ടു ജോയിൻ ഫ്രാഗ്മെന്റ്സ് ടു ഫോം ന്യൂ സ്ട്രാൻഡ്സ്. യെസ്, ഓക്കെ. അപ്പൊ DNA റെപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അത് എപ്പോഴും എൻസൈംസിനെ കുറിച്ച് തന്നെ ചോദിക്കണം എന്നില്ല കേട്ടോ. ഈ രണ്ട് ന്യൂ സ്ട്രാൻഡുകളുടെ ഡിഫറൻസുകൾ എന്താണ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് മക്കളെ നോക്കിക്കടാ. ട്യൂബക്ടമി സർജിക്കൽ മെത്തേഡ്, പിൽസ് ഓറൽ കോൺട്രാസെപ്ഷൻ, വോൾട്ട് ബാരിയർ മെത്തേഡ്, ലിപ്പസ് ലൂപ്പ്, നോൺ മെഡിക്കേറ്റഡ് IUD, ലാക്ടേഷണൽ അമിനോറിയ നാച്ചുറൽ മെത്തേഡ്. ആൻഡ് ഇത് കോപ്പർ ടീ ആണ്. കോപ്പർ റിലീസിങ് IUDs. നെയിം ദ സയന്റിസ്റ്റ് ഹു ഡെവലപ്സ് DNA ഫിംഗർ പ്രിന്റിംഗ്. ആരാ DNA ഫിംഗർ പ്രിന്റിംഗ് ഡെവലപ്പ് ചെയ്തത്? അലക് ജെഫ്രി. ഓക്കെ, അലക് ജെഫ്രി. ലിസ്റ്റ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ DNA ഫിംഗർ പ്രിന്റിംഗ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സ്റ്റെപ്സ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ എല്ലാ സ്റ്റെപ്സും നമ്മളോട് എഴുതാൻ പറയണമെന്നില്ല. ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് ഒക്കെ തരും. രണ്ടാമത്തെ 4ാമത്തെ സ്റ്റെപ്പൊക്കെ മിസ്സാക്കിയിട്ട് നമ്മളോടത് ഫില്ല് ചെയ്യാൻ പറയും. അങ്ങനെയും ഫ്ലോ ചാർട്ടുകൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്താണ്? DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് DNA നമ്മൾ എന്ത് ചെയ്യും? ഡൈജസ്റ്റ് ചെയ്യും അല്ലെ, കട്ട് ചെയ്യും. ഓക്കെ, ഫ്രാഗ്മെന്റ്സ് ആക്കും. അതിന് യൂസ് ചെയ്യുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം ആണ്. ആൻഡ് പല ലെങ്ത്തിലുള്ള DNA ഫ്രാഗ്മെന്റ്സ് ആണ്. ഇതിനെ സെപ്പറേറ്റ് ചെയ്യുക ജെൽ ഇലക്ട്രോഫോറസിസ് വഴിയാണ്. എന്നിട്ട് എന്താ ചെയ്യാം? ഈ സെപ്പറേറ്റഡ് ആക്കിയിട്ടുള്ള DNA ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ നൈട്രോസെല്ലോസ് പേപ്പറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ നൈലോണിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. സദേൺ പ്ലോട്ടിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ VNTR പ്രോബ്, അതായത് റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള VNTR പ്രോബ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹൈബ്രിഡൈസ് ചെയ്യും അല്ലേ, ഹൈബ്രിഡൈസ് ചെയ്യും. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ. റേഡിയോ ലേബിൾഡ് VNTR പ്രോബ് യൂസ് ചെയ്തിട്ട് ഹൈബ്രിഡൈസ് ചെയ്യും. ഹൈബ്രിഡൈസ്ഡ് DNA ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോ റേഡിയോഗ്രഫി വഴി ഡിറ്റക്ട് ചെയ്യും. ഇതാണ് DNA ഫിംഗർ പ്രിന്റിംഗിന്റെ സ്റ്റെപ്സ്. ഓക്കെ, എക്സ്പാൻഡ് ദ ഫ്ലോയിങ്. യാക്ക്, ബാക്ക്, ESTs, VNTR, SNPs, PCR എല്ലാം ഉണ്ടല്ലേ. യാക്ക് എന്താണ്? യാക്ക് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. ബാക്ക് എന്താണ്? ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. എന്താ? EST എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ്. ഓക്കെ, എന്താണ് VNTR? വേരിയബിൾ നമ്പർ ടാൻറ്റം റിപ്പീറ്റ്സ് അല്ലേ, വേരിയബിൾ നമ്പർ ടാൻറ്റം റിപ്പീറ്റ്സ്. SNP സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം.
PCR polymerase chain reaction. Okay, next question. Prepare a flow chart based on the chronological order. Okay, human evolution എന്നുള്ള question ആണ്. നമുക്കറിയാം ആദ്യം വരുന്നത് ആരാണ്? Dryopithecus അല്ലെ? Dryopithecus, then Ramapithecus, Australopithecus, Homo habilis, Homo erectus, Neanderthal man കൊടുത്തിട്ടില്ല, അപ്പോൾ Homo sapiens. Okay, Homo habilis കഴിഞ്ഞിട്ടാണ് Homo erectus വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് Neanderthal man, അത് കഴിഞ്ഞിട്ടാണ് എന്ത്? Homo sapiens. അടുത്ത question, placenta act as an endocrine tissue and produces several hormones. What is placenta? എന്താ placenta എന്ന് പറഞ്ഞാൽ നമുക്കറിയാം physiological connection between mother and fetus. It is made by placenta അല്ലേ? അതായത് ഒന്നുമില്ല, ഈ pregnancy periodൽ ഉണ്ടാവുന്ന ഒരു ഡിസ്ക് ഷേപ്ഡ് അല്ല, ഇങ്ങനെ ഡിസ്ക് ഷേപ്ഡ് ടെമ്പററി, ആ pregnancy periodൽ മാത്രമാണല്ലോ ഉണ്ടാവുന്നത്, അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അടുത്ത് ഒഴിവാക്കും അല്ലേ? ടെമ്പററി vascular, നല്ല blood supply ഉള്ള vascular organ. Okay, that is called as placenta, which connects mother to fetus. Okay, list the hormones produced by placenta. ഏതൊക്കെ hormones? HCG, human chorionic gonadotropin, HPL, human placental lactogen, estrogen, progesterone. ഇതെല്ലാം പ്ലാസെന്റൽ ഹോർമോൺസ് ആണ്. മെൻഷൻ അതർ ഫങ്ഷൻസ് ഓഫ് പ്ലാസെന്റ. എന്താണ് പ്ലാസെന്റയുടെ ഫങ്ഷൻസ്? ഒന്ന്, മദറിൽ നിന്ന് ഫീറ്റസിലേക്ക് ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നത് പ്ലാസെന്റയാണ്. ഫീറ്റസിൽ നിന്നുള്ള ആ ഒരു വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെ, വേസ്റ്റ് മെറ്റീരിയൽസ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതിനെല്ലാം തിരിച്ച് മദറിന്റെ ബ്ലഡിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? അത് പ്ലാസെന്റയാണ് അല്ലെ. അതായത് അമ്മയിൽ നിന്ന് ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ കുഞ്ഞിലേക്ക് എത്തണം, കുഞ്ഞിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ അമ്മയുടെ ബ്ലഡിലേക്ക് എത്തണം. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺവെർസേഷൻ നടക്കുന്നത് അല്ലെ, ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നടക്കുന്നത് പ്ലാസെന്റ വഴിയാണ്, കണക്ഷൻ പ്ലാസെന്റ വഴിയാണ്. ഓക്കെ, യെസ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫീമെയിൽ ഹെട്രോഗാമിറ്റി സീൻ ഇൻ ബേർഡ്സ്. നമുക്കറിയാം ഫീമെയിൽ ഹെട്രോഗാമിറ്റി ബേർഡ്സിലാണുള്ളത് അല്ലെ. വാട്ട് ഇസ് ഫീമെയിൽ ഹെട്രോഗാമിറ്റി? ഫീമെയിൽ ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സിനെ ഉണ്ടാക്കുന്നതെങ്കിൽ അതാണ് ഫീമെയിൽ ഹെട്രോഗാമിറ്റി. ഓക്കെ, ഫീമെയിൽ പ്രൊഡ്യൂസസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സ്. Name the sex determination seen in birds. ഏതാണടാ? ZZ, ZW, sex determination mechanism. With example, list the other types of sex determination. Okay, അപ്പോൾ ബാക്കി എക്സാമ്പിൾസ് ആണ് നമ്മളോട് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫീമെയിൽ ഹെട്രോഗാമിറ്റിയിൽ നമ്മൾ ആകെ പഠിച്ചിട്ടുള്ളത് ബേർഡ്സിൻ്റെ തന്നെ ZZ, ZW മെക്കാനിസം ആണ്. മെയിൽ ഹെറ്ററോഗാമിറ്റിയിൽ നമ്മൾ XY മെക്കാനിസം പഠിച്ചിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് ഡ്രോസോഫില, ഹ്യൂമൻ ബീങ്സ്. അതേപോലെ മെയിൽ ഹെട്രോഗാമിറ്റിൽ XXXO മെക്കാനിസം പഠിച്ചിട്ടുണ്ട്, അത് ഇൻസെക്ട്സ് ആണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഗ്രാസ് ഹോപ്പർ. ഓക്കെ, പിന്നെ ഹാപ്ലോ ഡിപ്ലോയിഡി പഠിച്ചില്ലടാ, ഹണി ബീസ്. ഹാപ്ലോ ഡിപ്ലോയിഡി കാണിക്കുന്നത് ഹണി ബീസ്. ഓക്കെ, എത്രയേ ഉള്ളൂ. യെസ്, അപ്പൊ 3 മാർക്കിന്റെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു അല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ക്വസ്റ്റ്യൻസിന് പുറമെ നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ എല്ലാം ചെയ്ത് പഠിക്കുക. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം പേടിയില്ലാതെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. തിയറി മാത്രം പഠിച്ചിരുന്ന കാര്യമില്ല. അപ്പോൾ മക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂടെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈവ് അറ്റൻഡ് ചെയ്യുക. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. 1 മാർക്കും 2 മാർക്കും 3 മാർക്കും അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. കുറേ ഷോർട്ട് വീഡിയോസ് ഉണ്ട്, ഇതെല്ലാം ഇരുന്ന് കാണുക കേട്ടോ. എല്ലാം നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പോൾ മിസ് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ടിൽ ദെൻ ടാറ്റാ.